ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ടോപ്പിക്ക് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, ചാപ്റ്റർ 1 ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് നമ്മൾ പറയണം, കാരണം ജസ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്, അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് നമ്മൾ ബുദ്ധിസമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ ബുദ്ധിസം ഇവിടെ നിന്ന് തുടങ്ങിയാണ്. ഫൗണ്ടർ, അതുപോലെ തന്നെ സ്കിസം ഓർ സ്പ്ലിറ്റ് ഇൻ ബുദ്ധിസം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കുക. ത്രിപീഠകാസ് ഓർ ത്രീ പീഠകാസ് ഇൻ ബുദ്ധിസം. പിന്നെ ഇവിടെ വരുന്നുണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് കൂടി ഇതിൽ വരുന്നുണ്ട്, സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മ. അത് നമ്മുടെ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടോപ്പിക്ക് എന്നും കൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്തത്. നമ്മൾ കണ്ടിന്യൂ എന്നുള്ള രീതിയിലല്ല വീഡിയോ ചെയ്തത്. അപ്പം ഈ വീഡിയോ നമ്മൾ ചെയ്ത ടൈമിൽ തന്നെ ലാസ്റ്റ് ഭാഗത്ത് ഏകദേശം 1 മണിക്കൂറോളം വീഡിയോ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ക്യാമറ ക്ലാരിറ്റി പോയി. പക്ഷെ നമുക്ക് സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മ എന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാനുണ്ടായിരുന്നു. എഫ് കണ്ടില്ലേ നിങ്ങൾ, ധർമ്മ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കാണാൻ പറ്റും വീഡിയോയിൽ. അപ്പോൾ ആ ഒരു ധർമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എഫ് ധർമ്മ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ ക്യാമറ ക്ലാരിറ്റി പോയി. അത് പറയാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പറഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതും ഒരു പെർഫെക്റ്റ്നെസ് ഇല്ല. നമ്മൾ 2 ടൈം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറയാമെന്നാണ് വിചാരിച്ചത്. അതൊന്നും നടന്നില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ആ വീഡിയോ നമ്മൾ സോങ്സ് മിക്സ് ചെയ്തിട്ട് അതിൽ ഒറിജിനൽ സൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആ സോങ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. ചില സോങ്സ് മാത്രം നമുക്ക് ആ വീഡിയോയിൽ വാച്ച് ചെയ്യാൻ സാധിക്കും. നല്ല സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യാം. ഇതിന് പകരമായിട്ട് നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്യും. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഇനിയിപ്പോൾ ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ശരിയാവില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് അതിൽ വരും ആ വീഡിയോയിൽ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. CSET എന്നുള്ള രീതിയിലാണെങ്കിലും ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണെങ്കിലും ആ വീഡിയോ എന്തായാലും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തിയത്. പക്ഷേ ടൈം അനുസരിച്ചായിരിക്കും ഇനി നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസിൽ ഈ ടോപ്പിക്ക് എന്തായാലും ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മ എന്ന് പറഞ്ഞ ടോപ്പിക്ക് എനിക്ക് വളരെ താല്പര്യമാണ്. എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ തന്നെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്ക് പറയാം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഭാഷയൊക്കെയാണ്. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്ന സോങ്സ് മിസ് ചെയ്തിട്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു കാരണവശാലും വീഡിയോ വാച്ച് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മുടെ അല്ലാതെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ അതൊക്കെ ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും ഞാൻ ഉറപ്പ് തരില്ല. കാരണം മിസ്റ്റേക്കുകൾ വരാറുണ്ട് വീഡിയോയിലൊക്കെ. പക്ഷേ ഇത് വളരെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ നിങ്ങൾക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയും ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. കാരണം എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും ആ വീഡിയോയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ക്ലാസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഒരു ഇത് എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു ഫുൾ അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ഒന്നും നമുക്ക് അങ്ങനെ എൻ്റെ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല, കാരണം ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ ഇത് ആ ഒരു രീതിക്കല്ല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം കുറേ വീഡിയോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ടൈമിൽ തന്നെ ഈ ഒരു വീഡിയോ മാത്രമൊന്നുമല്ല, വേറെയും വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് 24/8/2024 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേ വീഡിയോ നമ്മൾ വേറെ ഒന്നും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി
2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വീഡിയോ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. വേറൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അതിൻ്റെ ഒപ്പം അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ കൂടി വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും, പിന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് കൂടുതൽ വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പ്ലീസ് വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഇനി അധികം ഞാൻ പറഞ്ഞ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് 1 മണിക്കൂറത്തെ വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ്സോളം പോയി. 1 മണിക്കൂർ സംതിങ് എന്തായാലും ചെയ്യാൻ പറ്റും. മൈക്കിൽ എന്തായാലും ചാർജ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം മൈക്ക് ചാർജ് ചെയ്യാൻ നമ്മൾ മറന്നുപോയി. അതിന് ടു ഹോൾസ് ഉള്ള വീഡിയോ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എക്സ്ട്രാ ക്ലാസ് എടുക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു 2 മണിക്കൂറും ഒരു 10 മിനിറ്റ്സും ഒക്കെ കിട്ടാവുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം കൊണ്ടാണ് ഇതിപ്പോൾ ഇത്തിരി ടൈം എടുത്ത് നമ്മൾ പറഞ്ഞത്. എന്തായാലും അവസാനിപ്പിക്കണം. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ എന്നുള്ള സ്പെഷ്യൽ ക്ലാസ്സസ് നമ്മൾ ഉൾപ്പെടുത്തും. എന്തായാലും ഞാൻ മറന്നുപോയതാണ് പറയാൻ. എന്തായാലും ഇവിടെ തന്നെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് ആരംഭിക്കുന്നത്. അല്ല, നമ്മൾ നേരത്തെ ഒരു ടോപ്പിക്ക് വിട്ടുവരുന്നു, സോറി. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് പറയാം. സ്പെഷ്യൽ ക്ലാസ്സസിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധയും പിന്നെ ബുദ്ധ ഇൻ ഹിന്ദുയിസവും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം കൂടി നമ്മൾ ഉൾപ്പെടുത്തും. ഞാനത് ചെറിയൊരു എന്താ പറയുക പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരുന്ന കാരണം കൊണ്ട് നമ്മൾ വിട്ടുപോയതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തുടങ്ങുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം മുതലാണ് ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം. ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം. പൊളിറ്റിക്കൽ ബുദ്ധിസം ഡിസ്ട്രോയിഡ് ദ റൈസിംഗ് മിലിറ്റന്റ് സ്പിരിറ്റ് ആൻഡ് ഫോസ്റ്റേർഡ് എ സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. Political Buddhism destroyed the rising militant spirit and fostered a sense of national unity and universal brotherhood. Social. Buddhism struck a strong blow to the caste system and fostered an atmosphere of peace, stressing on purity of life and mental upliftment. During this period, the development of art and architecture also took place. Educational centers were founded at the Buddhist viharas, and Indian culture spread to regions outside India during the reigns of emperors Ashoka and Kanishka. Social. Buddhism struck a strong blow to the caste system and fostered an atmosphere of peace, stressing on purity of life and mental upliftment. During this period, the development of art and architecture also took place. Educational centers were founded at the Buddhist viharas, and Indian culture spread to regions outside India during the reigns of emperors Ashoka and Kanishka. ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ബുദ്ധ ഇൻ ഹിന്ദുയിസം നോക്കാം. സൈഡിലുള്ള ടോപ്പിക്കാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ, ഈ ബോക്സ്. അതിനുശേഷം ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം നോക്കാം. ബുദ്ധ ഇൻ ഹിന്ദുയിസം. ബുദ്ധ ഇൻ ഹിന്ദുയിസം. In Hinduism, Buddha is considered to be the 9th avatar of Vishnu. In Hinduism, Buddha is considered to be the 9th avatar of Vishnu. There are many stories about Buddha's lives and are called Jatakas. Jataka tales show how he acquired greater knowledge and strength as he was reborn to another life. There are many versions of his lives. Buddha in Hinduism. In Hinduism, Buddha is considered to be the 9th avatar of Vishnu. There are many stories about Buddha's lives and are called Jatakas. Jataka tales show how he acquired greater knowledge and strength as he was reborn to another life. There are many versions of his lives. അപ്പോൾ ബുദ്ധ ഇൻ ഹിന്ദുയിസം നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ. ബർത്ത് ഓഫ് ഗൗതമ ബുദ്ധ 563 by some historians.
Birth of Gautama Buddha 563 by some historians. Birthplace Lumbini near Kapilavastu. Birthplace Lumbini near Kapilavastu. Father Sudhodana, the king of Shekias. Sudhodana, the king of Shekias. Mother Mahamaya. Mother Mahamaya, wife Yashodhara. Son Rahul, cousin Devadatta, Charioteer. Charioteer, horse Chana, Kandax. Charioteer, horse Chana, Kandax. Teacher of meditation Alara Kama. Teacher of meditation Alara Kama. Place of enlightenment Nirvana. Gaya in Magadha at age of 35. Tree under which he attained enlightenment. Tree of wisdom, Bodhi tree or Pippal. Famous words, I am his witnesses. First nun and his foster mother, Gautami, Gotra of Buddha, Siddhartha, Gautama, died at Kushinagar 487 BC. Birth of Gautama Buddha 563 by some historians. Birthplace Lumbini near Kapilavastu. Father Sudhodana, the king of Shekias. Mother Mahamaya, wife Yashodhara. Son Rahul, cousin Devadatta, Charioteer, horse Chana, Kandax. Teacher of meditation Alara Kama. Place of enlightenment Nirvana. Gaya in Magadha at the age of 35. At the age of 35, tree under which he attained enlightenment. Tree of wisdom, Bodhi tree or Pippal. Famous words, I am his witnesses. First nun and his foster mother, Gautami. Gotra of Buddha, Siddhartha, Gautama. Died at Kushinagar 487 BC. Important facts about ബുദ്ധയാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. എന്തായാലും സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ചില വേർഡ്സ് നമുക്ക് എന്താ പറയുക, ചിലത് എഫർട്ട് എടുത്ത് പറയേണ്ടി വന്നിട്ടുണ്ട്. നിസാര വേർഡ്സ് പോലും നമ്മൾ എഫർട്ട് എടുത്താണ് പറയുന്നത്. CST എന്നുള്ള രീതിയിൽ അതൊരു പെർഫെക്റ്റ് ആയ രീതിയല്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നുള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ ഏത് സെക്ഷനിൽ വരുത്തിയാലും ദയവേത് ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. നിസാര വേർഡ്സ് പോലും തെറ്റിപ്പോണൊരവസ്ഥയുണ്ട്. അത് നമ്മൾ ഈ വീഡിയോ മാത്രമല്ല, എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ആണെങ്കിലും ചെയ്യാൻ പോണ വീഡിയോ ആണെങ്കിലും എല്ലാം നിസാര വേർഡ്സ് പോലും നമ്മൾ കൂടുതൽ എഫർട്ട് എടുത്ത് പറയേണ്ടി വരും, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഒരു വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു വീഡിയോയിൽ നിലനിൽക്കുന്നത് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്തിരി പ്രാധാന്യം എടുത്ത് പറയുന്നത്. ഇപ്പം ഇതിൽ തന്നെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഇതിലും വരുന്നുണ്ട് തന്നെ പറയേണ്ടി വരും. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ഇതിൽ നമുക്ക് അത്ര വരുന്നില്ല, ഇതിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ തെറ്റി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ ചില സെക്ഷനിലൊക്കെ ചില വേർഡ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്ത് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ പറയാൻ കാരണമുണ്ട്. എന്തായാലും നമ്മൾ അതും കൂടി പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കൊരു അറിവിലോട്ടായിട്ട് പറയണമെന്നുള്ളൂ. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ അത്ര ശ്രദ്ധിക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കാറില്ല. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ആ വീഡിയോ കേട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാര വേർഡ്സ് വരെ തെറ്റായ രീതിയിൽ പറയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ
എന്താ പറയുക, നമ്മൾ ഒരിക്കലും തെറ്റ് വരുത്താൻ പാടില്ലാത്ത വേർഡ്സ് വരെയും നമ്മൾ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് പിന്നീടാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയേണ്ടതായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. നമ്മളെല്ലാ വീഡിയോയും ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമുക്ക് നോക്കാം. ഡിക്ലൈൻ ഓഫ് ബുദ്ധിസമാണ് ഇനി പറയാനുള്ളത്. അത് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. Decline of Buddhism. When King Ashoka embraced Buddhism and ruled the country between 274 and 232 BC, he became a propagator of Buddhism. King Ashoka made every effort to turn Buddhism into a world religion by sending missionaries of Buddhism outside the Indian mainland. At one time, Buddhism flourished in India under the patronage of monarchs such as Ashoka and Kanishka. The latter lived in the 2nd century AD and patronized the missionary activities of Buddhism in his vast empire, which stretched beyond the borders of India to Central Asia. But by the 12th century, Buddhism had begun to decline in India. The introduction of tantric practices was one of the factors in its growing unpopularity, also by coming under the spell of Hindu Shaktism and Tantrism. Buddhism lost its sound religious identity. Another factor responsible for the decay and decline of Buddhism in India was that by taking a restrictive attitude towards other religions, Buddhism became assimilated into Hinduism. For example, the Vaishnavas made Buddha an avatar of Vishnu. A third factor was the received and resurgent Hinduism under the Guptas 332-185 BC, when Hinduism experienced its golden age. Thereafter, Buddhism declined as Hinduism advanced with the rise of the Rajputs as a military force. Lack of unity among Buddhists and the increased use of Sanskrit lead to a decline in Buddhism. Hinduism started. A third factor was the reviewed and resurgent Hinduism under the Guptas 332-185 BC, when Hinduism experienced its golden age. Thereafter, Buddhism declined as Hinduism advanced with the rise of the Rajputs as a military force. Lack of unity among Buddhists and the increased use of Sanskrit lead to a decline in Buddhism. Hinduism started. When King Ashoka embraced Buddhism and ruled the country between 274 and 232 BC, he became a propagator of Buddhism. King Ashoka made every effort to turn Buddhism into a world religion by sending missionaries of Buddhism outside the Indian mainland. When King Ashoka embraced Buddhism and ruled the country between 274 and 232 BC, he became a propagator of Buddhism. King Ashoka made every effort to turn Buddhism into a world religion by sending missionaries of Buddhism outside the Indian mainland. At one time, Buddhism flourished in India under the patronage of monarchs such as Ashoka and Kanishka. The latter lived in the 2nd century AD and patronized the missionary activities of Buddhism in his vast empire, which stretched beyond the borders of India to Central Asia. But by the 12th century,
Buddhism had begun to decline in India. The introduction of tantric practices was one of the factors in its growing unpopularity. Also, by coming under the spell of Hindu Shak- is Shaktism, Buddhism lost its own religious identity. Another factor responsible for the decay and decline of Buddhism in India was that by taking a respective attitude towards other religions, Buddhism became assimilated into Hinduism. For example, the Vaishnavites made Buddha an avatar of Vishnu. A third factor was the revived and resurgent Hinduism under the Guptas, 332 to 185 BC, when Hinduism experienced its golden age. Thereafter, Buddhism declined as Hinduism advanced with the rise of the Rajputs as a military force, lack of unity among Buddhists, and the increased use of Sanskrit lead to a decline in Buddhism. Thereafter, Buddhism declined as Hinduism advanced with the rise of the Rajputs as a military force, lack of unity among Buddhists, and the increased use of Sanskrit lead to a decline in Buddhism. Hinduism started absorbing Buddhism, and the later Gupta kings also did not give the needed support to Buddhism. Influential monasteries fell to corruption, and also the monks and nuns resorted to immoral ways of life. Muslim invasions in the 11th and 12th centuries lead to its further disintegration. Hinduism started absorbing Buddhism, and the later Gupta kings also did not give the needed support to Buddhism. Influential monasteries fell to corruption, and also the monks and nuns resorted to immoral ways of life. Muslim invasions in the 11th and 12th centuries lead to its further disintegration. അപ്പോൾ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസമാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഡോക്ട്രിയൻസ് ഓഫ് ബുദ്ധിസം ഉണ്ട്, നമുക്കത് നോക്കാം. ഈ ബോക്സിലാണ് നമുക്ക് പറയാനുള്ളത് ഡിക്ലൈൻ ഓഫ് ബുദ്ധിസത്തിന്റെ ഭാഗത്ത് തന്നെ വരുന്നതാണ് ഡോക്ട്രിയൻസ് ഓഫ് ബുദ്ധിസം. The main precepts of Buddhism are A. The four great truths. One, the world is full of sorrow and misery. Two, the cause of all pain and misery is desire. Three, pain and misery can be ended by killing or controlling desire. 4, desire can be controlled by following the eightfold path. A. The four great truths. 1. The world is full of sorrow and misery. 2. The cause of all pain and misery is desire. 3. Pain and misery can be ended by killing or controlling desire. 4. Desire can be controlled by following the eightfold path. B. The eightfold path: right faith, right thought, right action, right means of livelihood, right exertion or efforts, right speech, right remembrance, and right concentration or meditation. B. The eightfold path: right faith, right thought, right action, right means of livelihood, right exertion or efforts, right speech, right remembrance, and right concentration or meditation.
C. Belief in nirvana when desire ceases. Belief in nirvana when desire ceases, rebirth ceases, and nirvana is attained. That is freedom from the cycle of birth, death, and rebirth is gained by following the eightfold path. The belief in ahimsa, one should not cause injury to any living being, animal or a man. E. Law of karma, man reaps the fruit of his past deeds. F. Existence of God, Buddhism is silent about the existence of God. F. Existence of God, Buddhism is silent about the existence of God. Doctrines of Buddhism. Doctrines of Buddhism. ഒരിക്കൽ കൂടി പറയാണ്. The main precepts of Buddhism are A. The four great truths. A. The four great truths. 1. The world is full of sorrow and misery. 2. The cause of all pain and misery is desire. 3. Pain and misery can be ended by killing or controlling desire. 4. Desire can be controlled by following the eightfold path. B. The eightfold path: right faith, right thought, right action, right means of livelihood, right exertion or efforts, right speech, right remembrance, and right concentration or meditation. C. Belief in nirvana when desire ceases, rebirth ceases, and nirvana is attained. That is freedom from the cycle of birth, death, and rebirth is gained by following the eightfold path. D. Belief in ahimsa. One should not cause injury to any living being, animal, or man. E. Law of karma. Man reaps the fruit of his past deeds. F. Existence of God. Buddhism is silent about the existence of God. F. Existence of God. Buddhism is silent about the existence of God. ഇപ്പൊ ഡോക്ട്രീൻസ് ഓഫ് ബുദ്ധിസം നമ്മൾ പറഞ്ഞത് നല്ല ഞാൻ പറഞ്ഞില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെർട്സ് ഓഫ് ധർമ്മ പറഞ്ഞ പോലെ തന്നെയാണ് ബുദ്ധിസത്തിലെ എക്സ്പെർട്സ് ഓഫ് ധർമ്മ പറഞ്ഞ പോലെ തന്നെ ഡോക്ട്രീൻസ് ഓഫ് ബുദ്ധിസം നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത്, എന്നാലും നമ്മൾ പറയണമെന്നുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഇതും നമ്മൾ എടുത്തു പറയുന്നത്. ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസത്തിൽ ഈ ബി ഉള്ളതാണ് എനിക്ക് ഏറ്റവും താല്പര്യമായിട്ട് തോന്നിയത്. ബി മാത്രമല്ല എയും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കണത് നമ്മുടെ ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മൾ വായിക്കണമെന്നുള്ളൂ. ഈ ടോപ്പിക്ക് നമുക്ക് എന്തായാലും ഇത്തരം എന്തായാലും പറയാനോ ടൈമുള്ളൂ, എന്നാലും നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ പുറത്തൊന്നും പറയണമെന്നുള്ളൂ. എ. ദ ഫോർ ഗ്രേറ്റ്. ഫസ്റ്റ് തൊട്ട് നമ്മൾ പറയാണ്. എൻ്റെ ഒരു ഇൻട്രസ്റ്റിനുള്ള ഒരു എന്താ പറയുക റീഡിംഗ് ആണ്. Doctrines of Buddhism. The main precepts of Buddhism are A. The four great truths. 1. The world is full of sorrow and misery. 2. The cause of all pain and misery is desire. 3. Pain and misery can be ended by killing or controlling desire. 4. Desire can be controlled by following the eightfold path. B. The eightfold path: right faith, right thought, right action, right means of livelihood, right exertion or efforts, right speech, right remembrance, and right concentration or meditation. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ എന്താ പറയുക നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം. കാരണം അത്രയും നമുക്ക് ലൈഫ് ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് ലൈഫ് എത്തിക്കാൻ പറ്റും. നമ്മളെല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു പക്ഷേ ഈ രീതി തുടർന്ന് പോകുന്നവരും ഉണ്ടാവാം. എന്നാലും എനിക്കെന്തോ വളരെ എന്താ പറയുക, ഞാൻ എപ്പോഴും ഈ ഒരു ടോപ്പിക്ക് ഇതൊരു
എന്താ പറയുക, CCT എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ റൈറ്റ് തോട്ട്, എന്താ പറയുക, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് തോട്ട്, റൈറ്റ് ആക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഏറ്റവും ടോപ്പായിട്ടുള്ള അവസ്ഥ തന്നെ എത്തും. ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ നിന്ന് പറയാനുള്ളത്. നമ്മൾ ഇപ്പം ശരിക്കും പഠിപ്പ് അല്ലെങ്കിൽ CCT എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസം എന്നുള്ളത് നമുക്ക് ശരിക്കും സാധാരണ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ക്ലാസ് എടുത്താലും ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ബയോളജി, ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. ഇനിയും ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ വേറെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ ടോപ്പിക്സ് ചിലപ്പോൾ കുറവായിരിക്കും. ഇത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെ പറയാം. ഞാൻ എന്തായാലും സ്പെഷ്യൽ ക്ലാസ്സസ് ചെയ്യുക എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ചെയ്യും എന്തായാലും. കാരണം ഏറ്റവും താല്പര്യപ്പെട്ടൊരു ടോപ്പിക്കാണ്. ദ 8 ഫോൾഡ് പാത്ത്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് തോട്ട്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് മീൻസ് ഓഫ് ലീവ്ലിഹുഡ്, റൈറ്റ് എക്സേർഷൻ ഓർ എഫേർട്സ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് റിമെമ്പറൻസ് ആൻഡ് റൈറ്റ് കോൺസെൻട്രേഷൻ ഓർ മെഡിറ്റേഷൻ. അതുപോലെ തന്നെ ദ 4 ഗ്രേറ്റ് ട്രൂത്ത്സ്. 1. The world is full of sorrow and misery. 2. The cause of all pain and misery is desire. 3. Pain and misery can be ended by killing or controlling desire. 4. Desire can be controlled by following the 8-fold path. B. The 8-fold path: right faith, right thought, right action, right means of livelihood, right exertion or efforts, right speech, right remembrance and right concentration or meditation. അപ്പം ഇത് അവസാന ശ്വാസം വരെ എന്താ പറയുക, മറക്കരുത്, മനസ്സിൽ വെക്കണം. ഈ ഒരു ഡോക്ട്രിൻസ് ബുദ്ധിസം ഇതൊരു മതപരമായ രീതിയിൽ നമ്മൾ പറയുന്നതല്ല. ഇതിലൊരു മതമോ അല്ലെങ്കിൽ എന്താ പറയുക, റിലീജിയൻ കോഡ് എന്നുള്ള രീതിയിലല്ലല്ലോ ഇത് നമ്മൾ ലൈഫിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ റൈറ്റ് തോട്ടും റൈറ്റ് ആക്ഷനും ഒക്കെ ഈക്വൽ ജീവിത വിജയം എന്ന് തന്നെ പറയാം. ലൈഫ് സക്സസ് ആവാനുള്ള ഒരു വളരെ എന്താ പറയുക, വാല്യൂ ഉള്ള ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ ഒരു നല്ല മെസ്സേജുമാണ് ഇവിടുന്ന് ലഭിക്കാനുള്ളത്. ജീവിതത്തിൽ പകർത്താന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഡിസയറൊക്കെ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാലും ആ രീതിക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വൽ ലൈഫ് അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും. കാരണം ആഗ്രഹങ്ങളാണല്ലോ ദുഃഖത്തിന് കാരണം എന്നാണ് നമ്മൾ പറയാ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു രീതിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു നല്ലൊരു സന്ദേശം കൂടിയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് എളുപ്പം നടക്കുന്ന കാര്യമല്ല നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ. എന്നാലും ഇത് എല്ലാവരും ഈ ഒരു ഡോക്ട്രിൻസും ബുദ്ധിസം മനസ്സിൽ എല്ലാ നിമിഷവും ഓർക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസം എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല, കാരണം നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടത്. ഈ ബുക്ക് നമ്മൾ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിൽ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നമ്മൾക്കിത് പകർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പരമാവധി അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാൻ എന്താ പറയുക, മെൻ്റലി തലത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്ന് തന്നെ പറയാം. അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. എന്തായാലും എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് തന്നെയാലും ഈ ഒരു ദ 8-fold പാത്ത്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് തോട്ട്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, റൈറ്റ് എക്സേർഷൻ ഓർ എഫേർട്സ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് റിമെമ്പറൻസ് ആൻഡ് റൈറ്റ് കോൺസെൻട്രേഷൻ ഓർ മെഡിറ്റേഷൻ എന്തായാലും മനസ്സിൽ എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ അതും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോ ആൻഡ് മിസറി. The cause of all pain and misery is desire. Pain and misery can be ended by killing or controlling desire. Desire can be controlled by following the 8-fold path. അതും
എൻ്റെ മനസ്സിലുണ്ടാവും, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. കാരണം ഡിസയറൊക്കെ ഭയങ്കര ദുരന്തത്തിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് നമ്മൾ എന്താ പറയുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജീവിത വിജയത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. നമുക്കത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ. ഞാനത് ഉപദേശം പോലെ പറയുന്നതല്ല കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്സുകളൊന്നും അധികം വരില്ല. അതുകൊണ്ടാണ് ദയവേത് നിങ്ങൾ ഉപദേശമൊന്നും വിചാരിക്കരുത്. നമ്മുടെ ഒരു ദയവായിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങളങ്ങ് അറിയിക്കണം എന്നുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ദയവേത്. അത്രേ ഉള്ളൂ. എന്തായാലും ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസം അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. കാരണം നമ്മളിതിൽ നമ്മുടെ ഈ ഒറിജിനൽ സൗണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ട്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, നമ്മുടെ ഒറിജിനൽ സൗണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ സോങ്സ് മിക്സ് ചെയ്തിട്ട് ഈ വീഡിയോ നമ്മൾ ചെയ്യും യൂട്യൂബിൽ. അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം നല്ല ടോപ്പിക്കാണ്. ഇതോടെ ടോപ്പിക്കൊക്കെ ഒരു പക്ഷേ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കേണ്ടത്. പിന്നെ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ ടോപ്പിക്ക് ചിലപ്പോൾ ഇത്തിരി വൈകും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. എന്തായാലും അപ്ലോഡ് ചെയ്യും. എന്തായാലും ബുദ്ധിസത്തിൽ എന്തായാലും മിക്ക ടോപ്പിക്സ് എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്ക് പറഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ ഒരു ടോപ്പിക് കൂടി നമ്മൾ പറയണം. ലാസ്റ്റാണിത്, ബുദ്ധിസ്റ്റ് കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മൈക്കിലെ ചാർജ് തീരാറായി, ഓഫാവോ ഇനി ക്യാമറയുടെ ക്ലാരിറ്റി പോവോ എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് നേരം നമ്മൾ വൈഡായിട്ട് സംസാരിച്ചാലും കൊണ്ട് തന്നെ ക്യാമറ ക്ലാരിറ്റി ഒരു പക്ഷെ പോകാം, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആവാം. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ബോക്സിലുള്ളത്. ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. Buddhist monks gathered 4 times after the death of Gautama Buddha, and the result of these events had their effect on Buddhism. The following table highlights the outcome of these meetings. Note, there are 2 fourth Buddhist councils held by 2 different sects. Buddhist monks gathered 4 times after the death of Gautama Buddha, and the result of these events had their effect on Buddhism. The following table highlights the outcome of these meetings. Note, there were 2 fourth Buddhist councils held by 2 different sects. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവേത് ക്ഷമിക്കുക. ഒരു കൂടി പറയാണ്. ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. Buddhist monks gathered 4 times after the death of Gautama Buddha, and the result of these events had their effect on Buddhism. The following table highlights the outcome of these meetings. Note, there are 2 fourth Buddhist councils held by 2 different sects. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബുദ്ധിസ്റ്റ് കൗൺസിലിംഗ് തുടങ്ങേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ ബാലൻസ് ഭാഗമാണ് വരുന്നത്. ഇതുകൂടി പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ തുടങ്ങുന്നത്. അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. അപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് പറയുന്നത്. ടേബിൾ 1.3 ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. പ്ലേസ് ഇയർ, ചെയർമാൻഷിപ്പ്, കിങ്, റിസൾട്ട് ഓഫ് ഈവൻറ്റ് കുറേ വരുന്നുണ്ട്. രാജഗൃഹ, വൈശാലി, പാടലിപുത്ര, പിന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഇൻ മോഡേൺ ടൈംസ്. Magadha Empire, 6th century to 4th century BC. Notable dynasties in Magadha. Extent of empire. Magadha Empire, 6th century to 4th century BC. Extent of empire. Features. Notable rulers of Magadha: Bimbisara, Ajatashatru. Persian and Macedonian invasions. Persian invasion. ഇതിലൊക്കെ ഭയങ്കര പ്രത്യേകതരം വേർഡ്സുകളൊക്കെ വരുന്നുണ്ട്. Macedonian invasion, Alexander the Great. Map 1.6, the Persian Empire. Causes of Alexander's success, influence of Alexander's invasion. ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നേരിട്ട് യൂട്യൂബിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സോങ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അത് നമ്മൾ വേറെ ചെയ്യും. നമ്മുടെ ഈ ഒറിജിനൽ സൗണ്ട് ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്, വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട്.
ഞാൻ ഈ ഡോക്ടറൻസോ ബുദ്ധിസോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രത്യേകതയുള്ള ടോപ്പിക്ക്, എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, സെൻറ്റൻസ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ദയവേത് വാച്ച് ചെയ്യണം, ഒരിക്കൽ കൂടി പറയാണ്. കാരണം നമ്മൾ ഇത്തിരി ടൈമൊക്കെ എടുത്ത് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ എന്തായാലും 1 മണിക്കൂറത്തെ വീഡിയോ ആണിത്, 1 മണിക്കൂർ സംതിങ് ഉണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, ഡോക്ടറൻസ് ബുദ്ധിസ് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ മാത്രമല്ല, നമ്മുടെ ലൈഫ് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വീഡിയോ കൂടിയാണെന്ന് പറയാം. അപ്പം എന്തായാലും നമ്മൾ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് 8/9/2024 ആണ്. നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ CSETക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂറത്തെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 മണിക്കൂറത്തെ ചെയ്താനെ. 2 മണിക്കൂറത്തെ ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ ഓർത്തില്ല മൈക്ക് ചാർജ് ചെയ്യാൻ. എന്തായാലും വേറെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. എന്തായാലും ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്താ പറയുക, വേറെ വീഡിയോ ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും നമ്മൾ എന്തായാലും. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വേറെ വീഡിയോ നമ്മൾ എടുക്കും. അതിന് ശേഷം നമ്മൾ എന്തായാലും ഇനി റെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 8/9/2024 നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഞാൻ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇപ്പോൾ 1 വർഷത്തോളമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടേക്കാം. അപ്പോൾ ആ വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, കഷ്ടമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേറെ ഒന്നല്ല, നമുക്ക് സ്പീഡ് കൂടുതലാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ. അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാനാകുള്ളൂ. കാരണം നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് അധികം പരിചയമില്ല എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. എക്സ്പീരിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കിതിരി ഒരുപക്ഷെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവണം. എന്തായാലും വലിയ പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. ദയവേത് നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. 1 വർഷത്തോളമായിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഫസ്റ്റത്തൊക്കെ നല്ല സ്പീഡാണ്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഫസ്റ്റൊക്കെ തുടക്കത്തിലൊക്കെ ചെയ്തേക്കുന്നത്. ഏറെക്കുറെയൊക്കെ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ തോന്നുന്ന ടോപ്പിക്സുകളൊക്കെ. എന്തായാലും എനിക്കത് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇനി നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യണം. വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വാച്ച് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയണമെന്നുള്ളൂ. കാരണം നമ്മൾ ഇത്രയും ടൈമൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്, എടുത്തേക്കാം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് പറയാമെന്ന് വെച്ചാൽ ഈ വീഡിയോസിനെ കുറിച്ചൊക്കെ തന്നെ പറയണമെങ്കിൽ ദയവേത് തെറ്റായ കമൻസ് അയക്കരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്. കാരണം അത് വലിയൊരു ദുരിതത്തിലേക്ക് പോകുന്നൊരു കാര്യം തന്നെയാണ്. ഒരു വീഡിയോനെ ചൊല്ലി ഒരുപാട് പേര് രംഗത്തേക്ക് വരും. ഒരു കമൻറ്റിനെ ചൊല്ലി ഒരുപാട് പേര് രംഗത്തേക്ക് വരും. അപ്പം നമ്മളത് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദയവേത് തെറ്റായ കമൻസ് അയക്കരുത്. പിന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കമൻറ്റ് അയക്കാനൊക്കെ. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.